ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ ഒരു നല്ല ഗ്യാപ്പ് വന്നിട്ടുണ്ട് എനിക്ക് സിനിമ അഭിനയത്തിൻ്റെ കാര്യത്തിൽ. പക്ഷേ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ഞാൻ അഭിനയിച്ച് നിർത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻ ജോൺസണാണ്. ബെൻ ജോൺസണിലൊരു പാട്ട് സീനിലാണ് ഞാൻ ലാസ്റ്റ് അഭിനയിച്ചത്, കലാഭവൻ മണിയുടെ കൂടെ. അത് നാദർഷ എന്ന് പറഞ്ഞിട്ട് പാട്ടുകാരനായിട്ട് തന്നെ. പക്ഷേ അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സുഹൃത്തുക്കൾ, സിനിമയിൽ ഒരുപാട് സുഹൃത്തുക്കളുള്ളതിൻ്റെ പേരിൽ എനിക്ക് അവിടെ നിന്ന് ചില വേഷങ്ങൾ വിളിച്ചിട്ട് അത് നിനക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കും. പക്ഷെ അത് കേൾക്കുമ്പോൾ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് ഒരു നമുക്ക് ഒരു ഡിഫറൻ്റായിട്ട് ഫീൽ ചെയ്യാറില്ല. ഒന്നില്ലെങ്കിൽ നായകൻ്റെ കൂട്ടുകാരൻ, അല്ലെങ്കിൽ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ വന്നു പോകുന്ന ഒരു കഥാപാത്രം ആ സിനിമയിൽ ഞാനുണ്ട് എന്നും എനിക്ക് പറയാം. അത്തരത്തിലുള്ള ഞാൻ അങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ അവരുടെ അടുത്ത് സ്നേഹപൂർവ്വം ഞാൻ പറയും, എടാ ഇത് ഞാൻ ചെയ്തതിൻ്റെ പേരിൽ ഞാൻ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നീ വേറെ ആരെങ്കിലും വിളിച്ച് ചെയ്യും, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും അങ്ങനെ ഒഴിവായിട്ട്. പക്ഷേ ഈ സിനിമയിൽ വന്നപ്പോൾ അങ്ങനെ മാറി ഇത് സക്കീർ മഠത്തിൽ അദ്ദേഹം സംവിധാനം ചെയ്യുന്ന പുതിയ സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ ഇതിനു മുമ്പ് ഒരു ഷോർട്ട് ഫിലിം അദ്ദേഹത്തിന് ഒരു സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്, നിഴലാട്ടം എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസിൽ സംവിധായകൻ്റെ കാര്യത്തിൽ നമ്മൾ സേഫാണ്, നമുക്കറിയാവുന്നതാണ്. അത്യാവശ്യം ക്രിയേറ്റീവായിട്ടുള്ള സെൻസുള്ള കക്ഷിയാണ്. അദ്ദേഹം വന്നൊരു കഥ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇതിൽ ഇങ്ങനൊരു കഥാപാത്രം നാദർഷയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചു. ഞാൻ നോക്കിയപ്പോൾ ഇത് ഇങ്ങനൊരു കഥാപാത്രമായിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈഫിൽ നമുക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇനി ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള നോക്കിയപ്പോൾ ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ എനിക്കൊരു പരീക്ഷിക്കാൻ പറ്റിയ ഒരു കഥാപാത്രം. പരീക്ഷിച്ച് നോക്കാം, സേഫായിരിക്കും. ഇതുവരെ കുറേ കോമഡി കഥാപാത്രങ്ങളും കാര്യങ്ങളും സിനിമയിലൊക്കെ ചെയ്തിട്ട് അങ്ങനെ. പക്ഷേ അതല്ലാതെ നമ്മൾ തേടി വന്നിരിക്കുന്നതാണ്. ഞാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ 1-2 ദിവസം ഞാൻ ചെയ്ത് നോക്കിയിട്ട് ശരിയായില്ലെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ തന്നെ പറയും. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അത് ശരിയായി, സക്സസ്സായി എന്ന് എല്ലാവരും പറയുന്നു. ഇനി പിന്നെ ബാക്കി പറയേണ്ട പ്രേക്ഷകരാണ്. ഇപ്പം നമ്മൾ മാത്രം പറഞ്ഞിട്ട് നമ്മുടെ അഭിനയത്തെക്കുറിച്ചിട്ട് പൊക്കി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കണ്ടവർ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, നീ നന്നായിട്ട് നീ മുമ്പൊക്കെ ചെയ്തിരുന്ന പോലെയല്ല, ഇപ്പോൾ അഭിനയം പഠിച്ചു പോയില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി പണ്ട് അഭിനയം അറിയാൻ പാടില്ലായിരുന്നു എന്നുള്ളത് കാര്യം ഇപ്പോഴാണ് നമ്മളോട് മുഖത്ത് നോക്കി പറയണമെന്നുള്ളത്. അതായത് ഇപ്പോൾ വളരെ നമുക്ക് ജസ്റ്റ് ബിഹേവ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ മാറ്റം നമ്മൾ സിനിമ കാണുന്നതിൻ്റെ ഒരു ഗുണമൊക്കെ ആയിരിക്കാം അങ്ങനെ പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചത്. നമ്മുടെ യൂത്തിൻ്റെ ഇടയിലിപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ് എല്ലാ ചെറുപ്പക്കാരുടെയും. അത്യാവശ്യം കഥ എഴുതി ഇപ്പോഴത്തെ ഒരു സിനിമയുടെ സങ്കല്പവും കാര്യങ്ങളും അനുസരിച്ചിട്ട് പോക്കനുസരിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കഥ പറയാൻ അറിയാവുന്നവന്, സംവിധായകൻ അല്ലെങ്കിൽ സംവിധാനം ചെയ്യാൻ അല്ലെങ്കിൽ ഇതിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് പരീക്ഷിക്കാൻ പറ്റിയ ഒരുപാട് സമയവും സാഹചര്യങ്ങളും ഇപ്പോൾ നമ്മളുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവർ പിള്ളേർ മൊബൈലിൽ ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ട് ഇറക്കുന്ന സമയമാണ്. കാരണം അത് ഭയങ്കര സെൻസാണ് പിള്ളേർ, പഴയ പോലെ അല്ല. അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് വരാനായിട്ട്, അവർക്ക് പരീക്ഷണങ്ങൾ നടത്താനായിട്ടുള്ള അങ്ങനെ ഒരു 2-3 കഥ ഒരു ചെറുപ്പക്കാരുടെ ആഗ്രഹം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന ചെറുപ്പക്കാരുടെ ആഗ്രഹത്തിൽ അവർ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ ഇതിപ്പോൾ അതിൻ്റെ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ സിനിമയിലുള്ളത്. അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവർ ആ സിനിമയുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളവർക്കറിയാം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. അത് സാധാരണ പ്രേക്ഷകർക്കും കൂടി മനസ്സിലാകുന്ന തരത്തിൽ വളരെ ലളിതമായിട്ടാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. പണ്ട് ഞാൻ പറയട്ടെ, ഇപ്പം നമ്മളുടെ സിനിമ തിയേറ്ററുകളിൽ എനിക്ക് തോന്നണ പണ്ടത്തെ പോലെ ഒഴുകാത്തത്, പണ്ട് ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണാനായിട്ട് 2000 പേര് 3000 പേര് ഇരിക്കുന്ന തിയേറ്റർ പോരാ. ശരിക്കും അന്ന് റിലീസ് ചെയ്യുമ്പോൾ തന്നെ ഒരാഴ്ച മുമ്പ് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യാണ്. ഒരാഴ്ച കഴിയുമ്പോൾ ആ പടം ഇറങ്ങും, അതിൻ്റെ പോസ്റ്റേഴ്സ് വരുമ്പോൾ തൊട്ട് നമ്മളുടെ മനസ്സിൽ അത് കാണുന്നു. കാരണം വല്ല കാലത്തും സിനിമ ഇറങ്ങുള്ളൂ. ഒരു മാസത്തിൽ 1-2 സിനിമകൾ ഇറങ്ങുന്നു, അത് ഫാമിലി എല്ലാവരുമായിട്ട് പോയി കാണാൻ ശ്രമിക്കുന്നു. ആ കാണുന്ന സിനിമകളിൽ അവർക്ക് ഉള്ള പിന്നെ വേറൊരു കാര്യം, കുടുംബസമേതം ധൈര്യമായിട്ട് പോയിരുന്ന് കാണാമായിരുന്നു. വേറൊരാളെ വിട്ട് പടം കാണിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു. ഇതിപ്പോൾ ആദ്യം ഡ്രൈവറെ വിട്ട് പടം കാണിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നീ വന്ന് പറയേ, എന്നിട്ട് ഞങ്ങൾ ഫാമിലി പോവാം എന്ന് പറയുന്ന അവസ്ഥയാണ് പല സിനിമകളിലും. അതൊന്നും ഉണ്ടായില്ല അന്ന് ആഘോഷമായിരുന്നു. അപ്പോൾ അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയുടെ റിസൾട്ട് അറിഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഒഴുക്ക് തള്ളിക്കയറ്റം കുറഞ്ഞിട്ട് അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ മൾട്ടിപ്ലക്സിലൊക്കെ 100-200 പേര് ഇരുന്ന് കാണാവുന്ന തിയേറ്ററുകളിൽ
പിന്നെ എനിക്ക് തോന്നുന്നു ഫാമിലിക്ക് പൈസ ഒന്നും പ്രശ്നമില്ല. അവർ 150-200 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് ഈ വക തിയേറ്ററുകൾ ഫുള്ളാണ്. അതേസമയം നമ്മളുടെ ലോക്കൽ തിയേറ്ററുകൾ അതിലേക്ക് ഫാമിലി പോകാത്തതിൻ്റെ കാര്യം നമ്മളുടെ തിയേറ്റർ ആയിട്ടുണ്ടാക്കി വെച്ചിട്ടൊരു കൾച്ചർ പ്രശ്നം ഉണ്ടാക്കിയതാണ്. അത് അവിടെ പോയിരിക്കുമ്പോൾ അതിന് വിത്ത് ഫാമിലിയായിട്ട് നമുക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില അസൗകര്യങ്ങൾ ഉണ്ടാകുന്നത് വെച്ചിട്ട് പല ഫാമിലിയും അങ്ങോട്ട് പോകാതെയായി. ഇതുപോലത്തെ ഉള്ള മൾട്ടിപ്ലക്സുകൾ വന്നപ്പോൾ സ്വസ്ഥമായിട്ട് പോയിരുന്ന് ഇത്തിരി കാശ് കൂടിയാലും കുഴപ്പമില്ല, അവിടെ പോയിരുന്ന് കാണാം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് വന്നു. അതിൻ്റെ പേരിലായിരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിറയുന്നത്. അത് പിന്നെ എന്നും പറയാൻ പറ്റില്ല. ചില സിനിമകൾ നല്ല സിനിമകളാണെന്നുള്ള റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തിയേറ്ററിലും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയുണ്ട്. സിനിമകൾ നല്ലതാണെങ്കിൽ അത് തിയേറ്റർ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ആൾ കയറുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് കുടുംബസമേതം പോയിരുന്നത് ധൈര്യമായിട്ട് കാണാവുന്ന സിനിമയാണ്. പിന്നെ ഒരു മഹത്തായ അതിഗംഭീരമായിട്ടുള്ള മലയാള സിനിമ മാറ്റിമറിക്കുന്ന തരത്തിൽ അതൊന്നുമില്ല, അങ്ങനെയുള്ള വലിയ കാര്യങ്ങളൊന്നും പറയില്ലേ. ഇതൊരു ഫാമിലിയായിട്ട് പോയിരുന്ന് പടം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സിനിമ കൊള്ളാട്ടോ. അത് പുതിയ പിള്ളേരാണ് അതിൽ നായകന്മാർ, പുതിയ സംവിധായകനാണ്, പുതിയ മ്യൂസിക് ഡയറക്ടറാണെങ്കിലും പക്ഷെ നല്ല രസമുണ്ട് ആ സിനിമ എന്ന് പറയുന്നൊരു സിനിമയാണത്. നമുക്ക് പച്ചക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാശ് പോയി എന്ന് പറയില്ല. പല സിനിമയും നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി പോയിരുന്ന് കണ്ടിട്ട് ഇറങ്ങി വരുമ്പോൾ വെറുതെ ആ കാശ് പോയി എന്ന് പറയുന്ന അങ്ങനെയല്ല. ഇത് ധൈര്യമായിട്ട് ഇത് കൊള്ളാട്ടോ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിൻ്റെ മുകളിൽ ആണ് സിനിമ എന്ന് പറയുന്നത് നല്ല സിനിമയായിരിക്കും. കുടുംബ ചിത്രങ്ങൾ പറഞ്ഞതല്ലേ, ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ എടുക്കുന്ന സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ യൂത്തിൻ്റെ സിനിമകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്ന സബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇവർ ആ പ്രായത്തിലുള്ളവർ അനുഭവിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ 4 ചെറുപ്പക്കാരുടെ ഇപ്പോഴത്തെ ജനറേഷൻ്റെ 4 ചെറുപ്പക്കാരനുഭവിക്കുന്ന ടെൻഷൻ എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ സാധാരണ ഒരു ഫാമിലിക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ലൈഫൊന്നും അതിനകത്തില്ല. ഫാമിലി എന്ന് പറഞ്ഞാൽ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ അവരനുഭവിച്ചിരിക്കുന്ന ടെൻഷനും കാര്യങ്ങളൊക്കെ അതൊക്കെയാണ് കഥ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഫാമിലിക്ക് സ്ത്രീകൾ കൂടുതൽ ഒരു 4 ചെറുപ്പക്കാരുടെ കഥ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ലൈഫാണ്. ആ ലൈഫ് കളർഫുള്ളായിട്ട് ചിത്രീകരിക്കേണ്ടി വരും. അത് കാണാനായിട്ടുള്ള യൂത്തുണ്ട്. ആ യൂത്തിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഫാമിലി സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വിളമ്പിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബോറടിക്കും. സബ്ജക്റ്റ് എനിക്ക് തോന്നുന്നത് ഓരോ സബ്ജക്റ്റാണ്, ആ സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ട് പോകുന്ന അവർ സെലക്ട് ചെയ്യുന്നത് അത്തരത്തിലുള്ള യൂത്തിൻ്റെ ഫാസ്റ്റായിട്ടുള്ള പടങ്ങളാണ്. ആ ട്രെൻഡി ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ പുറകെ വരുന്നുണ്ട്. അതിന് ഫാമിലി പറയുമ്പോൾ കുടുംബചിത്രം എന്ന് പറഞ്ഞിട്ട് കയറാൻ പറ്റില്ല. ഒരു ജഗപുക ചിത്രം അതിനങ്ങനെ കാണാം. ഇപ്പം ഫാമിലി ഇപ്പം ഇങ്ങനെയുള്ള കഥകളിൽ ഇത് രണ്ടും കൂടി മിക്സാണ്. ചെറുപ്പക്കാർക്കായിട്ടുള്ള പിള്ളേർക്ക് ആസ്വദിക്കാവുന്നതുകൊണ്ട് ഫാമിലിക്ക് എൻ്റർടൈൻ ചെയ്യാനായിട്ടുള്ള ഒരു സബ്ജക്റ്റുണ്ട്.